ഗൈസ് നമ്മുടെ മണവാട്ടി ഒരുങ്ങുന്നു, മേക്കപ്പ് ചെയ്യുന്നു. മുടി ഇപ്പം മേക്കപ്പ് ഓൾമോസ്റ്റ് ആയി. ഷീസ് ഡൂയിങ് ഹെർ ഹെയർസ് റൈറ്റ് നൗ. ഇപ്പോൾ സമയം 7:15. ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ശരിക്കും 5:50. അപ്പോഴാണ് ഞങ്ങളുടെ മകൾ കുളിക്കാൻ കയറുന്നത്. ഉറക്കമൊന്നും ഇവിടെ അറിയൊന്നും പറയണ്ട. പണ്ട് അച്ഛനോട്ട് പിന്നെ ആർക്കൊക്കെ പണിയാറ്. ഉറക്കമൊന്നും ഇല്ല ഗൈസ്. ചേച്ചി എണീറ്റ് കുളിച്ചു. ആൻഡ് ഷി സ്റ്റാർട്ടഡ് അറ്റ് 6:15 6:10 ഒക്കെ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ 7:15 1 hour. ആൻഡ് ദിസ് ഇസ് വേർ വി ആർ. ഇപ്പം ഫൈനൽ ലുക്ക് കാണിക്കാൻ ഗൈസ്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുത്തിട്ടിട്ടുണ്ട് ഗൈസ്. ഫൈനൽ സെറ്റ് മതി. ഗ്ലാഡിസ് ടെൻഷൻ ഉണ്ടോ? മെൽവിൻ ചേച്ചൻ ടെൻഷൻ ഉണ്ടോ? സോ ഇവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്യാദറിങ് ഹിയർ. നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാറാവുന്നു. സോ എല്ലാവരും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലാഡിസ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തോണ്ടിരിക്കുന്നു. എല്ലാവരും എത്തിയിരിക്കുകയാണ്. ബൈ ഷോട്ട് എല്ലാവരെയും ഹെൽപ്പുന്നതായിരിക്കും. സോ ഗായ്സ്, നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായി, എൻഗേജ്മെൻറ്റ്. സോ എല്ലാത്തിനും പ്രിപ്പറേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആൾക്കാർ വന്നവരൊക്കെ സീറ്റഡ് ആയിട്ടുണ്ട്. വളരെ ചുരുക്കം ചില ആൾക്കാരുകൾ മാത്രമേ ഉള്ളൂ. സ്റ്റേജൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇങ്ങനത്തെ കുറേ ഹാർഡ് വർക്ക്സ് ഉണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ വർഷങ്ങളായി നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്ത പ്രകാരം ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രിയ മെൽവിൻ്റെയും ഗ്ലാഡിസിൻ്റെയും വിവാഹ നിശ്ചയം, എൻഗേജ്മെൻറ്റ് ഇവിടെ വെച്ച് നടക്കുവാൻ ദൈവം നമുക്ക് ഒരവസരം ദാനം ചെയ്തല്ലോ. വളരെ നന്ദിയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Stand with me as we read the scripture. 127 സങ്കീർത്തനം ഞാനിവിടെ വായിക്കുകയാണ്. Psalms 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ
കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. കടന്നു എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ആത്മാർത്ഥ ഹൃദയത്തോടുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തുവിൽ പ്രസിദ്ധരായ ദൈവദാസന്മാർ, ദൈവജനം, ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒത്തിരി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, സ്നേഹിതർ, ചർച്ചക്കാർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടി വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു എൻഗേജ്മെൻറ്റ് സെറമണി, വിവാഹ നിശ്ചയം ഇവിടെ നടത്തുവാനായിട്ട് കർത്താവിൽ നമ്മൾ ഒരുമിച്ച് ശരണപ്പെട്ടു. അതിനോടൊരു ബന്ധത്തിൽ വളരെ വേദനൻ്റെ പ്രയാസത്തിന് നടുവിലും ദൂരയാത്രയും അമേരിക്കയിൽ നിന്ന് വന്നവർ, ഇവിടെ നിന്ന് വന്നവർ എല്ലാവരും നിങ്ങൾ ചെയ്ത വളരെ ഡെഡിക്കേഷൻ, സാക്രിഫൈസും ആ ഹാർട്ടിനും ഒത്തിരി നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തെ സ്തുതിക്കുമ്പോൾ തന്നെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ വിവാഹ നിശ്ചയമൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഔട്ട് ഓഫ് ഫാഷൻ എംപവർമെൻറ്റ്, അതിൻ്റെ അത് വലിയൊരു ചടങ്ങാണോ, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ആധികാരികമായിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ പിറവിയിൽ ആണ് പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പുതിയ നിയമം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നൊരു പദമുണ്ട്. മാത്യു ചാപ്റ്റർ 1:18 പറയുന്നത് കർത്താവിൻ്റെ പിറവി ഈ വണ്ണമായിരുന്നു എന്ന് പറയുമ്പോൾ അന്ന് യേശു കർത്താവിൻ്റെ അമ്മ മറിയം യോസഫുമായിട്ട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന വേളയിൽ അവർ കൂടിച്ചേരുന്നതിന് മുമ്പ്, അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു വിഷയമാണ്. ക്രൈസ്തവർ പാടെ മറന്നു പോകുന്ന ബിസി കാരണം, സാമ്പത്തിക ക്രൈസിസ് കാരണം, ആൾക്കാർ കൂടിച്ചേരാനുള്ളതായ ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ വളരെ മനോഹരമായൊരു ഫെലോഷിപ്പായിട്ട് ഏറ്റവും വലിയ സ്പിരിച്വൽ ബ്ലെസ്സിങ് ആയിട്ട് നടത്തേണ്ട വിവാഹ നിശ്ചയത്തെ, വിവാഹം തന്നെ വേണ്ടെന്ന് വെക്കുന്ന തലമുറ പാടെ മറന്നു. ഈ അമേരിക്കയുടെ പ്രദേശത്തേക്ക് 2008 ആരംഭമാണ് ഞങ്ങൾ കടന്നു വരുന്നതാണ് കാരണക്കാരൻ ഞങ്ങളുടെ. കാരണം എൻ്റെ പ്രിയ ബ്രദറുണ്ട്. ഞാനിവരെ പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. കാര്യം ഈ വിവാഹം നടക്കുന്നത് അമേരിക്കയിൽ വെച്ചാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പേർക്ക് അവിടെ കടന്നു വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരെ ജസ്റ്റ് അവരുടെ മുമ്പിൽ, നിങ്ങളുടെ മുമ്പിൽ അവരെ ഒന്ന് അവരെ അറിയിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. കൈമാറേണ്ടതിനായി നമുക്ക് സമയം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹ നിശ്ചയം ദൈവം സഹായിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. കർത്താവേ, ഒരുമിച്ച് ജീവിപ്പാൻ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളെ അവിടുത്തെ വിശുദ്ധ കരങ്ങളിലേക്ക് ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കാം. ഭയമോ ഇനി
ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഒരു യോഗ്യതയും ഒരു മാന്യതയും പറയുവാനില്ലാതിരുന്ന ഞങ്ങളെ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവുമാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിലായിരിക്കട്ടെ. Praise the Lord. We consider it as a great privilege to be here with you all, especially with Gladys and Melvin. I must say, you look awesome. You look awesome. This is your day. We celebrate it with you. I've known Gladys quite for some time. I think when I knew you, you were a little younger at that time. And I was always impressed by your love, your courteous behavior, as well as your very warm hospitality. You always impress me. And I'm very delighted that you found somebody who looks almost the same from the story we heard here. So we are so glad that we could gather together for the betrothal ceremony of the engagement ceremony of our dear children. Two individuals who rejoice more than all of us, I know, are Melvin and Gladys. And we are so glad today because Melvin and Gladys know the Lord, and they both come from a very, very godly families. I'm so proud to tell you that I am, as introduced here, I'm one of the uncles of Melvin. I knew him from childhood when he was born to Rajiv Rechain and sister-in-law Moliam Mama. When I got married and came to the family, he was not born, I think, right? Yeah, so I knew him from he was born. And God has blessed him with 5 children, Merlin and Justin, and Derlin and John, and then Melvin is the baby in the home, and then God blessed them with 5 grandchildren, Angelina, Jaden, Johan, Elena, and Isaac. And thank God for this wonderful family. All of them are all of our families, most of them are in the United States, living in their life decently and worship the Lord in the place where God has allowed us to be. And they are glad, that one more child is going to be added to the family. That is none other than Gladys. And the greatest joy of our parents is that they were able to bring them in godly way. That's നമ്മളിവിടെ കേട്ടതുപോലെ ഭയത്തിലും ഭക്തിയിലും കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. Melvin accepted the Lord Jesus Christ as his personal savior very, very early in his life and was baptized and filled with the Holy Spirit at the age of 15. He did his studies at Philadelphia Academy Charter High School and then obtained 2 bachelor's degrees in health science and information technology and management and majoring cyber has entrusted to them. And Melvin is a very good drummer. I heard that Gladys also has a heart for God and for mission. So Gladys, you are very fortunate to have this godly young man as your partner in the coming days. So this is the day, as I said, the Lord made. We will rejoice and be glad in it. The word Gladys comes from Gladus, from Welsh origin, means prince. Melvin, it comes from the Irish word Lord. Lord. So the Lord and the Prince, they are going to make a wonderful family, in the coming days. When we say about family, God is interested in family. That God so much love. ദൈവം കുടുംബം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒരു കുടുംബസ്ഥൻ. അതറിയാമോ? Have you ever thought about that? God always pictured him as a family. God the Father. Who is the wife? Israel. Right? Israel is depicted as his wife. Not literally, but Bible talk about that. And many times Israel did not go after God. When they served the other God, they called them adulterous. Right? Israelinoട് ദൈവം അവരെ ഡിസിപ്ലിൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. Who son? Jesus Christ, right? The Messiah, Jesus. And whom he has found a wife for Jesus, his son. The church, we. See, God himself is presented as a family. God delights in family.
and these represent God is going to build up one more godly missionary family in the coming days. That's why it is very important for us to pray for them. ഒരു വാക്കിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ആശംസ പ്രിയ ഗ്ലാഡിസിനോടും ബെൽവിനോടും CIPC ചർച്ചിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. പ്രിയ ഗ്ലാഡിസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ പൈതലിൻ്റെ പല നല്ല കാര്യ സമയങ്ങളിലും കൂടെ നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഞാനിവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസിന് പോയത്. ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ പ്രിയ പൈതലിന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അമേരിക്കൻ എംബസിയിൽ നിൽക്കുമ്പോൾ തന്നെ പ്രിയ പൈതലും വിസ കിട്ടി ആദ്യം എന്നോട് വന്നാണ് ആ സന്തോഷ വാർത്ത പറഞ്ഞത്. എൻ്റെ മൊബൈലിൽ നിന്നാണ് പ്രിയ പിതാവിനെയും സഹോദരനെയൊക്കെ വിളിക്കുവാനിടയായി തീർന്നത്. അതുപോലെ തന്നെ ഈ എൻഗേജ്മെൻറ്റിലും പ്രിയ പൈതലിൻ്റെ എൻഗേജ്മെൻറ്റിൽ ചെയർമാനായിരിക്കുവാൻ ദൈവം എനിക്കൊരു മകൾ ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദാനം ചെയ്തു. അതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പ്രിയ ദേവദാസിനോടും കുടുംബത്തോടും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രിയ ഗ്ലാഡിസ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കടന്നു പോകുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു നല്ല ഫാമിലിയായി തീരുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ. ഗ്ലാഡിസിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് തുറന്ന് സംസാരിക്കുകയും തുറന്ന് ഇടപെടുകയും മറ്റുള്ളവരുമായിട്ട് സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതലാണ്. അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കനായ ഒരു മകനെയും ലഭിക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. അവരെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ സഭയുടെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാ പേരുകളും ഒന്നിച്ച് വായിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് സമയം കളയുന്നില്ല. പാസ്റ്റർ സാജൻ ജോർജ് ആദ്യമായി കടന്നു വരും. പ്രിയ മെൽവിൻ്റെ ചർച്ചിലെ പാസ്റ്ററും അങ്കിളുമാണ്. AG ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹം ആദ്യം വരും. അതിനുശേഷം പാസ്റ്റർ നമ്മുടെ VT തോമസ് പാസ്റ്റർ നമ്മുടെ ദേവദാസൻ കടന്നു വന്ന് ദൈവത്തിൽ ആശംസ അറിയിക്കുന്നതായിരിക്കും. അതിനുശേഷം പാസ്റ്റർ ജോസ് കുട്ടി നമ്മുടെ പ്രൈസ് മോൻ്റെ ഫാദർ ലോയാണ്. അദ്ദേഹം കടന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കും. അതിനുശേഷം പാസ്റ്റർ ജോർജ് പുന്നൂരാൻ കണക്ട് ചർച്ചിൻ്റെ പാസ്റ്ററായി അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നു വരും. അതിനുശേഷം പ്രിയ ദേവദാസൻ VT തോമസ് പാസ്റ്റർ മകൾ സിസ്റ്റർ ആനി ഫിലിപ്പും കടന്നു വന്ന് തൻ്റെ ആശംസ അറിയിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അവരവർക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് ഇരിക്കണമെന്ന് ദയവായി അപേക്ഷിക്കും. Praise God. Truly, I know that we are feeling the presence of God from the beginning to till now. And that will keep on continuing. I was so surprised after 20 years I met Rincy and her husband, Pastor Shamuel Johnson, along with their 3 kids. May the God bless you. It's more than 20 years. Gladys told me, Pastor Uncle, when you come, we will have a surprise for you. I thought maybe what surprise is going to be. But finally I come to know that. Thank you so much. And Pastor, I really appreciate God is using you in this land for glorify His name. And I'm the pastor of Melvin. And not only a pastor, I'm his uncle too. He's a very good prayer warrior. That is my guarantee. നല്ലൊരു പ്രാർത്ഥിക്കുന്ന പൈതലാണ് കേട്ടോ. Gladys, you're so blessed. And today as we know that the engagement is a shadow of the wedding. വെഡിങ്ങിൻ്റെ ഒരു ഷാഡോയാണ്. 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാമെങ്കിൽ ദിസ് ക്യാൻ ബി എ വെഡിങ്. 1, ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. 2, അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യുക. Then declaration from now onwards they are become husband and wife. കല്യാണം കഴിഞ്ഞു. So this is the shadow of the wedding, like Pastor Matthew Philip and as well as the other pastor informed us that we all are engaged, proposed with our Lord Savior Jesus Christ. Still our Lord Jesus looking around the world to be engaged with. ഒരു വെഡിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ ലഭിച്ച വിശ്വാസത്തിനായി സ്തോത്രം. I had a very few seconds to talk with Gladys while she was in a FaceTime with
Melvin. ആ സമയത്ത് I noticed her. She is also really giving a big value for the spiritual life. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. Even I didn't told you that, but I told my family, എൻ്റെ വൈഫ് എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു, she's a spiritual person. Mola, let me tell you, you are in a good spot, and let me continue that. I always say that life is like a knife. Have you used that will work? It can hurt you. It can be very dangerous. But if that knife is really getting in a good butcher or good person, he can shape, he can cut, he can do many things. But the same way, അതുകൊണ്ട് ഒത്തിരി നാശവും സംഭവിക്കാം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ്, wait for the Holy Spirit to lead. Let it be till ദൈവം നിങ്ങൾക്ക് തരുന്ന ആയുസ്സ് വരെ കർത്താവിൽ നിങ്ങൾ ശരണപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. And Melvin also is really അവൻ ദൈവസന്നിധി കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും ശിഷ്യായെന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ തീരുമാനമെടുത്ത മെൽവിനും ഗ്ലാഡീസിനും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഗ്ലാഡീസ് ചില വർഷങ്ങൾ ഞങ്ങളോടൊപ്പം ബെഥേൽ ഗോസ്പൽ ചർച്ചിൽ ആരാധിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റജ്മോൻ പാസ്റ്ററും കുടുംബമായിട്ട് ഞങ്ങളോടൊപ്പം ചില വർഷങ്ങൾ ബെഥേൽ ഗോസ്പൽ ചർച്ചിൽ ആരാധിക്കുകയും സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഗ്ലാഡീസ് ദൈവവിഷയമായി സമ്പന്നയായ ഒരു പൈതലാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പുതു തീരുമാനം എടുപ്പാൻ തക്കോണം മെൽവിനും ഗ്ലാഡീസിനും കർത്താവ് സഹായിച്ചു. മെൽവിന് കുറവായിരുന്ന ഒരു വാരിയല് ഇന്ന് കിട്ടിയിരിക്കുക. ആ വാരിയല് എപ്പോഴും കൈയുടെ കീഴിലാണ് വാരിയല് നാം സൂക്ഷിക്കുന്നത്. അതുപോലെ സൂക്ഷിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. തക്ക സമയത്ത് നിങ്ങളുടെ മാരേജ് നടന്ന് ദൈവവിഷയമായി സമ്പന്നരായ ഒരു കുടുംബമായി ദേശത്ത് ശോഭിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ബഥേൽ ഗോസ്പൽ മിഷന്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല മുഹൂർത്തത്തിൽ, നല്ല ഈ സമയത്തിൽ എനിക്കും എൻ്റെ സഹധർമ്മിണിയായ പ്രിയപ്പെട്ടവർക്കും കൂടെ ഈ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹ എൻഗേജ്മെൻറ്റിൽ കടന്നു വന്ന് സംബന്ധിപ്പാനിടയാക്കിയത് ഓർത്ത് ഞാൻ എൻ്റെ സർവശക്തനായ ദൈവത്തിന് സർവ്വമഹത്വം പൂഴ്ചയും കൊടുക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലോകത്തിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറയുന്നത്, ഈ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, ഗോഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന രണ്ട് വസ്തുക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. തിരുവചനം പറയുന്ന ഒരു മനുഷ്യന്റെ വില മുഴുവൻ ലോകത്തെക്കാളും വലുതാണ്. അപ്പോൾ അത്രമാത്രം വില കൊടുത്ത് ഈ രണ്ടു വ്യക്തിത്വങ്ങളെ ദൈവം തമ്പുരാൻ വാർത്തെടുത്ത് നമ്മുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുക. പക്ഷേ ഈ വില തന്ന ദൈവം അവരെ വിലയുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞത് ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ്. ആ വില ഇന്ന് എത്രമാത്രം അവളുടെ മുഖത്ത്, അവളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അത് അനുഭവപ്പെടുന്നുണ്ടോ, അതേ അനുഭവം ഇവരുടെ ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെയും
ഉണ്ടായിരിക്കണം ഈ പുഞ്ചിരി, ഈ സന്തോഷം. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ യൗവനം മാറിപ്പോകും, തൊലി ചുളുങ്ങും, വർദ്ധിക്കും, വരും, സൗന്ദര്യം കുറയും. എന്നാൽ ലോകത്തിൽ വെച്ച് സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞ് വിലയിടാൻ പറ്റിയ ഒരൊറ്റ വസ്തുവല്ല ഇവർ രണ്ടുപേരും. ിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദേവദാസന്മാർക്കും എല്ലാവർക്കും സ്നേഹം. പ്രിയപ്പെട്ട മെൽവിനും ഗ്ലാഡിസും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഞാൻ കേട്ടു ദേവദാസൻ പറയുന്നത് കരയുന്ന ഹൃദയമുള്ളവരാണ്, പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവരാണ്. അതൊരു പ്രത്യേക വരവാണ്. ജീവിതത്തിൽ അത് മറന്നു പോകരുത്. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹം കുടുംബ പ്രാർത്ഥനയാണ്. ഒരിക്കലും മുടങ്ങരുത്. നിങ്ങൾ അന്തസ്സോടെ അനുഗ്രഹകരമായി സമൃദ്ധിയോടെ ദൈവം നടത്തട്ടെ. സകല അനുഗ്രഹങ്ങളും സന്തോഷത്തോടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ പേരിലും ഞങ്ങൾ കൂടി നിൽക്കുന്ന ആ ഗ്രേസ് ബോർഡിൻ്റെ പേരിലും കണക്ടേഴ്സിൻ്റെ പേരിലും നിങ്ങളെ അനുഗ്രഹിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മീതെ അന്ത്യത്തോളം ഉണ്ടാകുമാറാകട്ടെ എന്ന് ആശംസിച്ചു എൻ്റെ വാക്ക് ചേർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നല്ല അവസരത്തിൽ പ്രിയ ഗ്ലാഡിസിനും മെൽവിനും കൺഗ്രാറ്റുലേഷൻസ്. ഒരു വാക്ക് പറയുവാനായി ആഗ്രഹിക്കുന്നു. പ്രിയ പ്രൈസിനെയാണ് ഈ കുടുംബത്തിൽ ആദ്യമായി ഞങ്ങൾ പരിചയപ്പെട്ടത്. എന്നാൽ അതിനുശേഷം ആ കുടുംബത്തെ മൊത്തമായി പരിചയപ്പെടുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഇടയാക്കി. എന്നാൽ ഇന്ന് പപ്പ പറഞ്ഞതുപോലെ BC-യിൽ തന്നെയാണ് ഈ വാരിയലെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്നാൽ കർത്താവിൻ്റെ വിചാരവും വഴിയും മറ്റൊന്നായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാണ് പ്രിയ ഗ്ലാഡിസ്. അവളുടെ ജീവിതത്തിൽ വളരെ ആക്റ്റീവായി ദൈവം പല താലന്തുകളെ അവളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മെൽവിൻ ജീവിതത്തിൽ വലിയ ഒരു വലിയ അസറ്റാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കട്ടെ. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, സകലതും സ്നേഹത്തിലാണെങ്കിൽ ജീവിതം വളരെ ധന്യമായി കൊണ്ടുപോകാനായി കഴിയും. രണ്ട് കാര്യമാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ജീവിതത്തിൽ ഐക്യതയും സന്തോഷവും സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നിങ്ങൾക്ക് സക്സസ് ആയി മുൻപോട്ട് കൊണ്ടുപോകാം. നമ്മൾ പുതിയ നിയമത്തിൽ പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 13-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള 7 വാക്യങ്ങളെ വായിക്കുവാൻ സമയമില്ല. സ്നേഹത്തെ പറ്റി പറയുന്നുണ്ട്. എഫേസ്യർ 4-ാം അധ്യായം അതിനകത്ത് ചില വാക്യങ്ങൾ, ആദ്യ കാര്യങ്ങൾ പറയുന്നു ഐക്യതയും സ്നേഹവും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സ്നേഹത്തോടും ഐക്യതയോടും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു വളരെ പ്രായം ചെന്ന 95 വയസ്സിൽ മേളിൽ പ്രായമുള്ള ഒരു അപ്പച്ചനും അമ്മച്ചിയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ബസ് കയറി. അപ്പച്ചന് കുരിശുമൂടിലാണ് ഇറങ്ങുവാനുള്ളത്. എന്നാൽ കുരിശുമൂട് സ്ഥലമായപ്പോൾ കണ്ടക്ടർ ബെല്ലടിച്ചു. കുരിശ ഇറങ്ങുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പച്ചൻ പതുക്കെ എഴുന്നേറ്റ് പതുക്കെ അവിടെ ആ സ്റ്റാൻഡിൽ ഇറങ്ങുവാനായിട്ട് കഴിഞ്ഞു. കണ്ടക്ടർ പെട്ടെന്ന് ഡബിൾ ബെല്ല് കൊടുത്തപ്പോൾ അപ്പച്ചൻ വളരെ സൗമ്യതയോടെ പറഞ്ഞു, നിർത്തട വണ്ടി, എൻ്റെ കുരിശിറങ്ങി വരുന്നതേ ഉള്ളൂ എന്ന്. എന്താണ് ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്? അപ്പച്ചൻ വളരെ സ്നേഹത്തോടെ വളരെ ഐക്യതയോടെ 95 വയസ്സ് കഴിഞ്ഞപ്പോഴും ആ ഭാര്യയ്ക്ക് വേണ്ടി നോക്കിയിരുന്നുവെങ്കിൽ പ്രിയ ദൈവ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, ജീവിതം കുഞ്ഞുകളിയല്ല. പ്രയാസങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വരാം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് സ്നേഹവും ഐക്യതയുമാണ്. ഞാൻ പറഞ്ഞ വേദഭാഗം നിങ്ങൾ മറന്നു പോകാതെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ബഥേൽ ഗോസ്പൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ എന്നെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തുവെങ്കിൽ ഈ പ്രിയ കർത്തർദാസിനോടും കുടുംബത്തോടും നന്ദി അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ സഭയുടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ നിർത്തുന്നു. ആശംസ അറിയിച്ച എല്ലാവരോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയുള്ള സമയമാണ്. പ്രിയ ഗ്ലാഡിസിന്റെ ബ്രദർ
ബ്രദർ പ്രൈസൻ തോമസ് മുന്നോട്ട് കടന്നു വന്ന് വോട്ട് ഓഫ് താങ്ക്സും ഫുഡിനെ പറ്റിയുള്ള ക്രമീകരണങ്ങളും പറയുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ദിവസം ഉണ്ടായിരിക്കും. Praise the Lord. It's a great joy and honor to be here at this occasion, and I thank God. The very first thing that I want to thank is that I want to thank my God Almighty for His presence, the presence of the Triune God. And after that, after God, I want to thank Gladys and Melvin, because all of us here gathered here because they have made a decision, right? And that's the decision that they made. That's why we all have gathered here. So I want to thank Gladys and Melvin for that, because at the very first time, when we were starting Rajan Matthew Pastoral Tour, there are many generation and the young, our youths, they are in a situation that they're not deciding to get married, and some of them are walking in dark, but they have decided to walk in light. Right? So I thank God for that. And after that, I just want to thank all the pastors who have gathered here, who have taken their time to come here and to bless this occasion with your prayers and blessings. So I just want to thank all the pastors and from all the churches. So I just want to thank all of you, especially our main speaker, Dr. Matthew Koshi Pastor Uncle, then Rajan Matthew Pastor Uncle, and all the pastors especially Sergeant George Pastor Uncle, Matthew Philip Pastor Uncle, and you name it. I thank for each one of you for sharing the word of God and showering your blessing upon them. കർത്താവിന് നന്ദി പറയുന്നത് എല്ലാ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിയാണ്. എല്ലാ കണ്ണുകളുമാണ് ഹൃദയമായി കർത്താവേ, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇതുവരെ ഉയർത്തിയത്. നന്ദി പറയുന്നു. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ എല്ലാ പ്രോഗ്രാമും നടക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. സമയത്തും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു അവസരത്തിൽ വരുവാൻ സാധിച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങളുടെ എൻഗേജ്മെൻറ്റിലെ ഞങ്ങൾക്ക് വരാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവമേ അവരെ മെൽവിനെയും അതുപോലെ ഗ്ലാഡിസിനെയും ഈ പ്രായം വരെ ദൈവഭക്തിയിലും ദൈവകൃപയിലും വളർത്തുവാൻ മാതാപിതാവ് കൊടുത്ത എല്ലാ നന്മകൾക്കുമായി സ്തോത്രം. അവരെ അനുഗ്രഹിച്ചനായി കുടുംബമായി അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന താഴെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം താഴെ. ഒരു പുതിയ ആത്മീയ കുടുംബം മാത്രമല്ല, ഏറ്റവും ഉപരിയായി ഒരു മിശ്രണ കുടുംബം അവരിൽ നിന്ന് ഉത്ഭവിക്കുവാൻ കർത്താവ് അവസരം ഒരുക്കുന്നതായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഞങ്ങൾ ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. അവരെ ഒരിക്കൽ കൂടി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ആത്മാവാം ത്രിയേക ദൈവത്തിന്റെ വാഴുകളും അനുഗ്രഹങ്ങളും നാം ഓരോരുത്തരോട് നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശിഷ്യ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തീരുമാനമെടുത്ത കുഞ്ഞുങ്ങളോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവായ യേശുവേ, പ്രിയപ്പെട്ട പാസ്റ്റർ വിൻസി കുഞ്ഞുങ്ങൾക്കുള്ള ഞങ്ങളുടെ CAPCയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ആത്മാർത്ഥ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ദൈവം സഹായിക്കുന്നു.